അപ്പോൾ നമ്മൾ താറാവ് കറി ഉണ്ടാകാൻ വേണ്ടി പോകണം. നാടൻ സ്റ്റൈലുള്ള താറാവ് കറി. നമ്മളൊരു 10 താറാവ് എടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ അതിനെ ചുടുവെള്ളത്തിലിട്ട് എടുത്താണ് നമ്മൾ അറുത്തിട്ട് ചുടുവെള്ളത്തിലൊന്ന് മുക്കി എടുത്തു കഴിഞ്ഞാൽ ഈ തൊലി, ഈ പൂടയൊക്കെ പെട്ടെന്ന് വരും. തൊലിയല്ല, പൂട. അപ്പോൾ തൊലിയിലാണ് ഇതിൻ്റെ ശരിക്കും ഇതിരിക്കുന്നത്. തൊലി കളഞ്ഞാൽ പിന്നെ താറാവ് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് താറാവ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചുടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. ഒന്ന് ചൂടായിക്കൊണ്ട് അതിൽ മുക്കിയാൽ മതി. ഒരുപാട് നേരം മുക്കി വെക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ തൂവൽ നല്ലോണം കളയണമെന്നില്ല. എല്ലാ ചെറിയ തൂവൽ വരെ രോമം വരെ എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ രോമം കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ കഴുകണം. ഈ കാല് നമുക്ക് ആവശ്യമില്ല. ഇതിങ്ങനെ രണ്ടാക്കി നമുക്ക് പൊളിച്ചെടുക്കാം. ചെറുതാക്കണം, അല്ലെങ്കിൽ വേഗില്ല സാധനമേ. നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇത് 2-3 തവണ നല്ലപോലെ കഴുകണം. എങ്കിലും ഇതിൻ്റെ ഉളുമ്പൊക്കെ പോകുള്ളൂ. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കഴുകിയാൽ നല്ല വൃത്തിയാവും. ആ ഉളുമ്പൊക്കെ പോയിട്ട് നമ്മൾ നല്ലപോലെ 3-4 തവണ കഴുകിയിട്ടുണ്ട്. നമുക്ക് താറാവിനൊന്ന് മാരിനേഷൻ ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചാണത്. കുറച്ച് കുരുമുളക് പൊടിച്ചെടുത്തത്, നമ്മൾ പൊടിച്ചാണത്. കുറച്ച് ഉപ്പ് കൂടിട്ട് നമ്മൾ മാരിനേഷൻ ചെയ്ത് വയ്ക്കാം. ഒരു 1/2-3 മണിക്കൂർ ഇത് മാരിനേഷൻ ചെയ്ത് വെക്കാം. ഇറച്ചി ഒന്ന് പിടിക്കിട്ട് വെക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടില്ല. മുളക് പൊടി നമുക്ക് കറിയിൽ ചേർക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒരു 1/2-3 മണിക്കൂർ ഇരിക്കട്ടെ. ഒരു ചട്ടി വെച്ച് കറി റെഡിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയാണ് സംഗതി, ഇതിൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. നമ്മൾ താറാവിൽ നേരത്തെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് മാരിനേഷൻ ചെയ്തത്. ചെറിയ ഉള്ളി വെളിച്ചെണ്ണ ഇട്ടപ്പോൾ തന്നെ ഒരു മണമാണ്. ഉള്ളി നല്ലോണം മാടി വന്നപ്പോൾ നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ബ്രൗൺ നിറമാണ് ഈ ഉള്ളിയൊക്കെ. ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലോണം മൂത്ത് വരണം. എണ്ണയിൽ ഇങ്ങനെ മൂക്കണം. അപ്പോഴേ ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നല്ലോണം മൂത്ത് വരണം.
ഒരുപാട് കരിയണമെന്നില്ല, മുളക് പൊടി പെട്ടെന്ന് വാടി കിട്ടും. കുറച്ച് തക്കാളി ഇട്ടു. നമ്മൾ തക്കാളി ഒന്ന് വാടി വന്നിട്ട് നമുക്കിത് നമ്മൾ താറാവ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണ്ട, വെള്ളം നമുക്ക് കുറച്ച് വേണം, പക്ഷേ താറാവിന് കുറച്ച് വെള്ളം വരാനുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അതിന് താറാവിന് വെള്ളമൊക്കെ ഒന്ന് വരട്ടെ. 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. പതുക്കെ തീ കത്താൻ പാടുള്ളൂ. നമ്മൾ 2-3 മിനിറ്റായി വെച്ചിട്ട് താറാവിന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വരും വെള്ളം. നമുക്കിത് പോരാ, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ, കാരണം താറാവ് വേകാനുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ ഇത് തിളച്ച് വറ്റുമ്പോൾ സംഗതി കറി കറക്റ്റായി പോകാം. ഇനി നമുക്ക് പതുക്കെ തിളപ്പിച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ വേകണത്. അപ്പോഴേ ശരിക്കും താറാവ് വേകുള്ളൂ. അവിടെ ഇരിക്കട്ടെ. നമ്മൾ വെച്ച് 1 മണിക്കൂർ മേലെ ആയിപ്പോൾ എന്താ കറിയില്ലേ, നമ്മളെ എണ്ണയൊക്കെ വന്ന് നല്ല അടിപൊളിയായിരുന്നു. ഇത് നമുക്ക് 1-2 സാധനം കൂടി ചേർക്കാനുണ്ട്. നല്ല അടിപൊളി മണം കൊണ്ടിട്ടാ എന്താ കറി, നല്ല അടിപൊളി കറിയാണ്. ഇതിലല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം, അപ്പോഴേ നമ്മുടെ കറി പൂർണ്ണമാവുള്ളൂ. ഗരം മസാല ഇട്ടല്ലേ 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇറക്കിയ സംഗതി ഉഷാറായി. നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി നമുക്ക് കഴിക്കാം. എന്താ കറി, പൊറാട്ട വേണമായിരുന്നു അല്ലേ? കറിൻ്റെ ഇത് കാണുമ്പോഴേ സൂപ്പർ, ചൂടുള്ള താറാവ് കറി. അതെ, പക്ഷെ എന്തിനോട് കഴിക്കാം. ഓക്കെ, കുട്ടികൾക്ക് നമുക്ക് നോക്കിയിട്ട് സാധനം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. റെഡി, സ്റ്റാർട്ട്. എന്താണ് സ്ഥിതി നോക്കാലോ. ബാബു കഴിച്ച ആദ്യ അഭിപ്രായം പറയാം കേട്ടോ. ചൂടുണ്ട്, ഇപ്പോൾ ഇറക്കിയുള്ളൂ. ഞാൻ തന്നെ പറയുന്നത് ചാൻസ് തരാം. ഞാൻ തന്നെ പറയണ അടിപൊളി അടിപൊളി നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രത്യേക റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, സമയമുണ്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല സൂപ്പർ, നല്ല അടിപൊളി സംഭവമാണ്. എരിവും കാര്യങ്ങളൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. 1.25 മണിക്കൂർ 1.5 മണിക്കൂറാണ് വേവിച്ചത് ശരിക്കും. സൂപ്പറായി, സൂപ്പറായിട്ടില്ല. മോനാട്ടം പറഞ്ഞ പിന്നെ ഇവിടെ ഒന്നും ആലോചിക്കാനില്ല. ഇതുപോലെ തന്നെ പോകും. എന്നാലേ കറിക്ക് ടേസ്റ്റ്
സുധാര അഭിപ്രായം പറഞ്ഞിരാ. ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയുണ്ട്, ആ നന്നായി വന്നിട്ടുണ്ട് സംഭവം. കോഴി അടിച്ച മാതിരി സൂപ്പറായി വന്നിട്ടുണ്ട്. അടിപൊളി വന്നു പഞ്ഞു പോലെ വാങ്ങിക്കും. അത്ര നേരം നമ്മൾ വേവിച്ചതാണ്. ബ്രെഡ് ഒന്നും കിട്ടിയതാണെങ്കിൽ പൊറോട്ടയും കൂടി കിട്ടിയതല്ലേ അടിപൊളിയുണ്ട്. പൊളിച്ചിട്ടുണ്ടാവും. പൊളിച്ചു. എങ്ങനെയുണ്ട് മക്കളെ? സൂപ്പറായിട്ടോ? വൈകുന്നേരം കഴിച്ചിട്ട് പോയാൽ പറ്റും അവിടുന്ന്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്ന് കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇത് കൂടി കഴിച്ചിട്ട് ബാക്കി തീരുമാനത്തിലെത്താം. അപ്പോൾ ഓക്കെ ബൈ, വീണ്ടും കാണാം.